കേരളിന്റെ വിശദീകരണം വന്നതോടെ കെട്ടിട നിർമ്മാണത്തിന് കേരളിന്റെ അനുമതി വേണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും വ്യക്തമാക്കി. വീടിന്റെ മുകളിലെ നില പണിയാൻ അനുമതി നൽകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അത് ലാൻഡ് അക്വിസിഷന്റെ റൂൾ 4 പ്രകാരം ഉത്തരവുണ്ടായ പിന്നെ ഒരു കെട്ടിടത്തിനും പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ജിയോ റൂൾ 4 പ്രകാരമുള്ള അല്ല. ഇപ്പൊ ഈ സർവേ ആയിട്ടുള്ളൂ. ഈ അക്വിസിഷൻ ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. അതിന് മുമ്പോട്ടുള്ള അടുത്ത ഫൈനൽ ഉത്തരവ് ആയിട്ടില്ല ഇതുവരെ കേരളിന്റെ. ഈ ഒരു കാര്യം പറയേണ്ട ആൾ തഹസിൽദാരായിരുന്നു. തഹസിൽദാർക്ക് പറയാവുന്നതായിരുന്നു. പക്ഷെ തഹസിൽദാർ 5-ാം തീയതി കൊടുത്തിട്ട് ഇതുവരെ പറഞ്ഞില്ല. 5-3 കൈ കൊടുത്തു വിട്ടതാ താമസം വരാതിരിക്കാൻ വേണ്ടി. അപേക്ഷന്റെ കൈ കൊടുത്ത് പറഞ്ഞു വിട്ടതാ. ഇല്ല, ഇതിപ്പോ ഫീസ് അടച്ച് അപ്പഴേ കൊടുക്കാൻ പറ്റും. വിവരങ്ങളുമായി അൻഷാദ് എം ഇല്യാസ് ചേരുന്നു. അൻഷാദ്, എങ്ങനെ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആകുന്നുണ്ടോ? അവിടെ ആളുകളടക്കം വലിയ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു, പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? ശാലിനി, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് ജിമ്മിക്ക് പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുകയാണ്. 2ാം നില പണിയുന്നതിനുള്ള അനുമതി നൽകിയതിന്റെ അനുമതി പത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് കേരളയിൽ സർവേയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നാണ് ഇവിടുത്തെ പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ടുള്ള എൻ അരുൺകുമാർ വ്യക്തമാക്കിയത്. ഇത് കാരണം കേരളയിൽ ഉദ്യോഗസ്ഥരോട് താൻ ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അവർക്കും ഒരു വ്യക്തതയില്ലായിരുന്നു. സർവത്ര ആശയക്കുഴപ്പമായിരുന്നു എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിച്ചു. ജിമ്മിക്ക് വീടിന്റെ മുകളിലത്തെ നില പണിയാനുള്ള അനുമതി ഇപ്പോൾ പനച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ജിമ്മിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. സെക്രട്ടറി പറഞ്ഞത് ഇപ്പൊ സെക്രട്ടറിക്ക് ഇതൊരു കൃത്യമായിട്ടുള്ള ഇതില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തഹസീൽദാർക്ക് ഇത് തന്നത്. പക്ഷെ അവിടുന്ന് ഒരു വ്യക്തതയില്ലായിരുന്നു തഹസീൽദാറുടെ ഭാഗത്തു നിന്ന്. നമുക്ക് അതായിരുന്നു ഇത്രയും താമസങ്ങൾ ഡിലേ ഉണ്ടാകുന്നത്. അവിടുന്ന് തിരിച്ചൊരു ലെറ്റർ കിട്ടിയാലേ നമുക്ക് ഇവിടുന്ന് പഞ്ചായത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് 2 മാസത്തോളം നടന്നു. ഒരു ചെറിയ ആശ്വാസത്തിലായി ഇപ്പോൾ. അതെ, മണിക്കൂറുകൾക്കകം തന്നെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനാസ്ഥ ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ തഹസീൽദാരുടെ അടുത്താണ് ധാരാളം നടന്നത്. ഇപ്പൊ അവിടെ ഒരു 10 പ്രാവശ്യത്തിന് മുകളിലെങ്കിലും നമ്മൾ അവിടെ ലാൻഡ് അക്വിസിഷന്റെ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ജനകീയ സമരസമിതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജൂഫിൻ എന്ന് പറയുന്ന ആള് ഞാൻ ഇതിന്റെ ലെറ്റർ അവർക്ക് കൊടുത്തു. അവരാണ് ഇതിന് പിന്നെ ബാക്കിയുള്ള സാങ്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതാണ് ജിമ്മിയുടെ പ്രതികരണം. ശാലിനി, അതായത് ലാൻഡ് അക്വിസിഷൻ തഹസീൽദാരുടെ ഓഫീസിൽ 10 തവണ കയറി ഇറങ്ങിയിട്ടും കാര്യം നടക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ജിമ്മി പറഞ്ഞത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നതായി പറയുന്നില്ല. പഞ്ചായത്തിന് ഇങ്ങനെ ഈ ആശയക്കുഴപ്പം ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ ഉള്ളതുകൊണ്ട് അതിന്റെ ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ പഞ്ചായത്ത് സമീപിച്ചത് കേരളിനെയാണ്. പക്ഷേ കേരളിന്റെ തഹസീൽദാർ ഇത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും നൽകിയില്ല. 10 തവണ ജിമ്മി ഈ കേരളയിൽ തഹസീൽദാരെ കാണാൻ പോയിരുന്നു. പക്ഷെ അവർക്കും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. പക്ഷെ ഇന്നിപ്പോൾ കേരളിന്റെ വിശദീകരണം വന്നതോടുകൂടിയാണ് ജിമ്മിക്ക് അനുമതി തരമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ആശങ്കയാണ് ഈ കൊല്ലാട് മേഖലയിലെ ജനങ്ങൾക്കുള്ളത്. കാരണം 100 മീറ്റർ അപ്പുറത്തൂടെയാണ് നിർദ്ദിഷ്ട കേരളയിൽ കടന്നു പോകുന്നത്. അതിന് 100 മീറ്റർ ഇപ്പുറത്തുള്ളവർക്ക് വീടിന്റെ 2ാം നിലയോ മുകളിലത്തെ നിലയോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്താൻ അനുമതിയില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ആശങ്കയിലേക്ക് ജനങ്ങൾ പോയി എന്ന് തന്നെ പറയാം. പക്ഷെ എന്തായാലും ഇപ്പോൾ ആശങ്കയ്ക്കെല്ലാം പരിഹാരമായിരിക്കുന്നു. ജിമ്മിക്ക് 250 രൂപ അടച്ച് മുകളിലത്തെ നില പണിയാനുള്ള അനുമതി പഞ്ചായത്ത് നൽകിയിരിക്കുകയാണ്. ഷാൽ.